പുറത്തത്തെ തണുപ്പും കൊണ്ട് നമ്മളെ നാട്ടിലത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നപ്പോഴാണ് ചൂടോടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സ് മന്ത്രിച്ചത്. അപ്പം തന്നെ വാവച്ചനോട് കാര്യം പറഞ്ഞ് കുറച്ച് നേരം ആലോചിച്ച് അവസാനം ഞങ്ങൾ തീരുമാനം എടുത്ത് എന്ത് കിഴങ്ങും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. ഇതാക്കണേ നമ്മൾ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കൊണ്ടുവച്ച കുക്കറിൽ ആസിമോൻ എന്തിനപ്പം ഇതിൽ വല്ലതും കിട്ടുമോ എന്നും പറഞ്ഞ് എത്തിപ്പാളി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4 മീഡിയം സൈസ് കിഴങ്ങെടുത്ത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ആമിക്കുട്ടി എന്തൊക്കെയോ കൊപ്രയും കാണിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് എന്തപ്പോൾ ഇവിടെ കഥ നമ്മൾ ആസിമോനോ എൻ്റെ വണ്ടീൻ്റെ ടയറൊക്കെ അവിടെ തന്നെ ഉണ്ടോ ഞാൻ ആരെങ്കിലും എടുത്തിട്ട് പോയോ നോക്കാമെന്ന് തോന്നുന്നു. അല്ലോ ഇതെന്താ ഇപ്പം സ്വർഗ്ഗം എന്നല്ല കേട്ടോ, നമ്മളെ കുക്കറിന് വിസിൽ വന്നതാണ്. അങ്ങനെ നമ്മളെ കിഴങ്ങൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാം കൂടെ തൊലി കളഞ്ഞ് നല്ലോണം കുത്തി ഉടച്ചങ്ങ് എടുത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ഉള്ളി, 1 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് എല്ലാം കൂടി കുനുകുനാന്ന് അരിഞ്ഞിട്ട് അയക്കിട്ടു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സോൾട്ട് എല്ലാം കൂടി ഇട്ട് കുറച്ച് കോൺഫ്ലവർ പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇടുക. നമ്മൾ ഇട്ടത് അരിപ്പൊടി കേട്ടോ, നമുക്ക് കോൺഫ്ലവർ പൗഡർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ച് ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മളൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി അതിലിട്ട് പൊരിച്ചങ്ങോട്ട് എടുത്തു. കുറച്ച് നേരം തിരിച്ച് കുറച്ച് നേരം മറിച്ച്. ഇതിൻ്റെ ഇടയിൽ ഇത് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ടും ചെയ്യണേ. അങ്ങനെ നമ്മളെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആക്രാന്തം സഹിക്കാൻ വയ്യാതെ ഞാനതിനൊന്നും എടുത്ത് തിന്ന്. അത് കണ്ടിട്ട് നമ്മൾ ചെക്കന് ഇവിടെ വെള്ളം ഇറക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശകലം ഓനക്കും കൊടുത്തു. പിന്നെ നേരെ നമ്മൾ ആമീൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സ്ഥിരമുള്ള ഏർപ്പാട് എങ്ങനെ ഉണ്ടാമി, രസമുണ്ടാമി, കൊള്ളാം, ഇതന്നെ. അവസാനം നമ്മൾ നേരത്തെ തിളപ്പിച്ച കട്ടൻ ചായയും കുറച്ച് ഒഴിച്ച് ഈ വ്ളോഗ് ഇങ്ങോട്ട് അവസാനിച്ചു കേട്ടോ. ബൈ ഗൈസ്.